അപ്പൊ അള്ളാന്റെ റസൂലിനെ പോലെ അള്ളാന്റെ ഹബീബിനെ പോലെ രൂപത്തിലും ഭാവത്തിലുമായിരുന്നു. പൊന്നാര നബി തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ, എന്തിനാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഫാത്തിമ എന്ന പേരിട്ടത്? ഫാത്തിമ എന്ന പേരിട്ടത് എന്തിനാണ്? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? لأن الله فطمها وحجبها على النار لأن الله فطمها وحجبها അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പൊന്നുമോൾ ഫാത്തിമയെ നരകത്തിൽ കടത്തൂലെന്ന് വാക്ക് തന്നിട്ടുണ്ട് സഹാബത്തെ. അതുപോലെ ഒരു സ്ത്രീയുണ്ടോ ലോകത്ത്? അതുപോലെ ഒരു സ്ത്രീയെ പ്രസവിക്കാൻ ലോകത്തൊരു ഉമ്മാക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഫാത്തിമ എന്ന് പേരിട്ടവരും പർദ ഇടുന്നവരും മഫ്ത ഇടുന്നവരും മഫ്ത ഇട്ടിട്ട് ഇവിടെ പിന്ന് അവിടെ പിന്ന് ഇവിടെ പിന്ന് എന്നിട്ട് കാണിക്കുന്നതിന് ഒരു കുറവുമില്ല. പിന്നെ ചെലവാണ് തന്നെ മിച്ചം. സഹോദരിമാരെ ഞാൻ പുച്ഛിച്ചു തള്ളി എന്ന് പറയരുത്, സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നത് സത്യം, സങ്കടം കൊണ്ട്. അതുകൊണ്ട് ചില സഹോദരിമാർ പറയും, അതുകൊണ്ടല്ലേ ഉസ്താറെ നമ്മൾ പർദ്ദയൊന്നും ഇടാതെ നമ്മൾ മേരിക്കൊണ്ടൊരു കുഞ്ഞാടും 90ാമത്തെ വയസ്സ് വലിച്ചേറ്റിക്കൊണ്ട് നടക്കുക. അതൊരു ചുരിദാറിന്റെ പേരാ, സിനിമയുടെ പേരല്ല, അതൊരു ചുരിദാറിന്റെ പേരാ. കടയിൽ കയറിയിട്ട് താത്തമാരും അച്ചാമാരോട് ആദ്യം ചോദിക്കാൻ പറയണത്, അച്ഛാ മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കടയിൽ ചോദിക്കും, മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടോ? അയാൾ പറയും, മേരി കുഞ്ഞാണ്ടെന്ന് പറയുമ്പോൾ വീട്ടിൽ വാപ്പാക്കൊരു മുട്ടനാടുണ്ടെന്നോ. ഇന്ന് അതൊക്കെയാണ് ഫാഷൻ. എന്ന സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, സിനിമാ ലോകം എന്ത് നമ്മുടെ മുന്നിൽ വെക്കുന്നുവോ അത് തന്നെയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ഫാഷൻ. അതുകൊണ്ട് ഫാത്തിമ എന്ന പേരിൽ അർത്ഥമില്ല, എങ്കിലും പേരിനൊരു പദവിയുണ്ട്, പേരിനൊരു ഗുണമുണ്ട്. ചെയ്യുന്നത് തെറ്റാണെങ്കിലും പേര് നല്ലതാണെങ്കിൽ അതിനെന്തായാലും ഒരു പ്രത്യേകതയും. പഴയ കാലത്തെ പോലെയല്ല, ഇന്നിപ്പോ എല്ലാവരും നല്ല പേരുകളിലേക്ക് മടങ്ങി വന്നു. ചിക്കു മക്കു ഒക്കെ മാറി. ഇന്ന് മോളെ പേരെന്താ? നിദാ ഫാത്തിമ. അവന്റെ പേരെന്താ? ഹുദാ ഫാത്തിമ. മറ്റേ പേരെന്താ? നിദാ ഫാത്തിമ. എന്റെ പേരെന്താ? എടാ ഫാത്തിമ. അങ്ങനെ ഫാത്തിമ എന്നുള്ള പേരുകളേ ഉള്ളൂ. പക്ഷെ വിളിക്കുമ്പോ മൊത്തം വിളിക്കാറില്ല. വിളിക്കുമ്പോ മോളെ പാത്തി ഇല്ലമ്മ പാത്തിയില്ല. വിളിക്കുമ്പോ നമ്മളിങ്ങനെ ഷോർട്ട് ഫോമിൽ വിളിക്കും, അതാണ് തെറ്റ്. ഫാത്തിമ എന്ന പേരിനെ ഷോർട്ടാക്കി പാത്തി പാത്തു എന്നൊന്നും വിളിക്കാൻ പാടില്ല. ഫാത്തിമ എന്ന പേരിനെ പാത്തുമ്മ എന്നല്ലേ നമ്മളൊന്ന് വിളിക്കുക ഉമ്മമാരൊക്കെ. അങ്ങനെയാണ് നമ്മളെ സ്വഭാവം. മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? മമ്മാത്തിക്കാതിരി കട, മമ്മാത്തിക്കാതിരി. അബ്ദുറഹ്മാൻ പിള്ള നമ്മൾ വിളിക്കുന്നത് അത്രാമിള്ള. അബ്ദുൽ കരീം നല്ല പേരാ, വിളിക്കണ എന്താ? അത്തിക്കരി, അത്തിക്കരി. ഇത് നമ്മുടെ സ്വഭാവമാണ്. ആരുടെയെങ്കിലും പേര് അങ്ങനെ ഉണ്ടെങ്കിൽ കളിയാക്കിയതല്ല, ജനങ്ങൾ നമ്മളെ നല്ല പേരിന് അങ്ങനെ വിളിക്കല്ലേ. അബ്ദുൽ കരീം നല്ല പേരാണ്, അബ്ദുറഹ്മാൻ നല്ല പേരാണ്, അബ്ദുർ റഹീം നല്ല പേരാണ്. അപ്പൊ ഇതിനെയൊക്കെ ഷോർട്ടാക്കിയിട്ട് നശിപ്പിക്കാൻ നല്ല മിടുക്കാണ്. അതുപോലെ തന്നെ ഫാത്തിമയെ പാത്തുമ്മയാക്കും, ഫാത്തിമയെ ഫാത്തി അല്ലെങ്കിൽ പാത്തി അല്ലെങ്കിൽ പാത്തു എന്നൊക്കെ. ഇതൊന്നും പാടില്ല. ഈ ബഹുമാനിക്കപ്പെടുന്ന പേരുകളെ നമ്മൾ ഇങ്ങനെ ആക്കാൻ പാടില്ല. അതിനോടൊരു അനാദരവാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.